ഇന്നലത്തെ ഗോസ്പലിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ഗോസ്പൽ. ഈശോയുടെ ഒരു കാറ്റഗറ്റിക്കൽ പെഡഗോജിയാണ്. ഒരു നിയമത്തെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ലംഘിക്കുക, ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യുക, എന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷനും അതിനെക്കുറിച്ച് പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത്. ഇന്നലത്തെ ഗോസ്പലിൽ ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ നീ എഴുന്നേറ്റ് പോയിക്കോ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഈശോ നീ എഴുന്നേറ്റ് എൻ്റെ കിടക്ക എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അവൻ കിടക്കുകയും ചുവന്ന് ദേവാലയത്തിലൂടെ പോകുന്നത്. അപ്പോൾ അവിടെയുള്ള മോറൽ പോലീസുകാർ പിടിക്കുകയാണ്. കാരണം സാബത്ത് ദിവസം ഭാരം എടുക്കാൻ പാടില്ല. അപ്പോൾ അവർ ചോദിച്ചു, ഇതെന്താ നീ ചെയ്യുന്നത്? അവൻ പറഞ്ഞു, ഇത് ഞാനല്ല, എന്നെ സുഖപ്പെടുത്തിയവനാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് അവർ ഈശോയുടെ അടുത്തേക്ക് അന്വേഷണം എത്തുന്നത്. ഈശോയോട് അവർ ചോദിക്കുന്നത് എന്തുകൊണ്ട് സാബത്ത് ലംഘിച്ചു എന്നുള്ളതാണ്. അവിടെ ഈശോ അവർക്ക് കൊടുക്കുന്ന മറുപടി അതിനേക്കാൾ കൂടുതലാണ്. അവരാവശ്യപ്പെട്ട ചോദ്യത്തേക്കാൾ കൂടുതൽ ഉത്തരം ഈശോ അവർക്ക് കൊടുക്കുന്നതാണ്. ഈശോ അവിടെ ക്ലെയിം ചെയ്യുന്നത് എന്താ? അപ്പനെ പോലെ തന്നെയാണ് ഞാൻ. വിധിക്കാനും ഉയർപ്പിക്കാനും ഒക്കെ കഴിവുള്ള, അധികാരമുള്ള, ശക്തിയുള്ള ദൈവം തന്നെയാണ് ഞാനെന്നാണ് ഈശോ അവകാശപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് പറയുന്നത് ദ ട്രെമൻഡസ് ആൻഡ് കറേജിയസ് ക്ലെയിം ഓഫ് ജീസസ് എന്നാണ് പറയുക. അത്ര ധൈര്യത്തോടു കൂടിയാണ് ഈശോ തൻ്റെ ക്ലെയിം നടത്തുന്നത്. അത് പുതിയ നിയമത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒക്കെ ബേസാണ്. ഈശോ ദൈവപുത്രനാണ്, ഈസ് ഗോഡ് ഹിംസെൽഫ് എന്നുള്ളൊരു ക്ലെയിമാണ് ഈശോ നടത്തുന്നത്. എത്രമാത്രം ധൈര്യത്തോടു കൂടിയാണ് ഈശോ തൻ്റെ ക്ലെയിം നടത്തുക. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഈശോയുടെ ആ ധൈര്യത്തിൻ്റെ കുറച്ചെങ്കിലും നമ്മൾ കൂടെ കൂട്ടണ്ടേ.